ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും എല്ലാ വിദ്യ, ജ്ഞാനം, അറിവ് ഇതൊക്കെ ഉണ്ടാകണം. ഭഗവത് കൃപ കിട്ടണം. അറിവ് നേടിയെങ്കിലേ നമുക്ക് അഹം ബ്രഹ്മാസ്മിയായി മാറണ്ടേ, എല്ലാവരും പരമാത്മാവ് ലയിക്കണ്ടേ. അതിന് വേണ്ടുന്ന അറിവ് നമുക്കുണ്ടാകണം, ജ്ഞാനം വർദ്ധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഭാഗവതം ആദ്യം നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ത്രിദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകഹേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാപാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമുക്ക് അച്യുതാഷ്ടകം ചൊല്ലാം. ഒത്തിരി ആരാധന, എപ്പോഴും ഭഗവാനെ നാമങ്ങൾ ആലപിക്കണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം
ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദനം സന്തതി വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണീ രാഗിണേ ജാനകീ ജാനയേ വല്ലവീ വല്ലഭായാർച്ചിതായാത്മനെ കംസവിധ്വംസിനി വംശിനേ ദേ നമ കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിത ശ്രീനിധേ അച്യുതാനന്ദ ഹേ മാധവാധോഷജ ദ്വാരകാ നായക ത്വൽപദാബ്ജം ഭജേ രാക്ഷസശോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരണ്യഭൂ പുണ്യതാ കാരണം ലക്ഷ്മണേനാന്യതോ വാനരൈ സേവിതോ അഗസ്ത്യ സംപൂജിതോ രാഘവ പാതുമ ധേനുക അരിഷ്ടകാനിഷ്ടകൾ ദ്വേഷിണ കേശിക കംസ ഹൃദ്വംശികാവാദക പൂതനാലോപക സൂരജാഖേലനോ ബാലഗോപാലക പാതുമാം സർവദ വിദ്യുദ്യോതവൽ പ്രസ്ഫുരദ്വാസനം പ്രാവിടം ബോധവൽ പ്രോല്ലസ ദിഗ്രഹം വന്യയാ മാലയാ ശോഭിതോരസ്ഥലം ലോഹിതാഘ്രിദ്വയം വാരിജാക്ഷം ഭജേ കുഞ്ചിതൈ കുന്തള് ഭ്രാജമാനനം രത്നമൗലിം ലസൽ കുണ്ഡലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണം പ്രോജ്വലം കിങ്കിണി മഞ്ജുളം ശ്യാമളം തം ഭജേ കിങ്കിണി മഞ്ജുളം ശ്യാമളം തം ഭജേ. തൊണ്ട കൊടുക്കൊണ്ട് ചൊല്ലാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അരിഷ്ട അസുരവധമാണ് വായിച്ചത്. ഇവിടെ കംസൻ്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്ന ഉഗ്രസേനൻ സത്യത്തിൽ കംസൻ്റെ പിതാവല്ല. അതായത് മാതാവ് പിന്നെ രജസ്വലതയായിട്ട് നിന്ന സമയത്ത് സഖികളുമൊത്ത് വനാന്തരങ്ങളിലൊക്കെ കറങ്ങി സന്തോഷമായിട്ട് ചുറ്റിക്കറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഗന്ധർവൻ, ദ്രമിളൻ എന്ന് പറഞ്ഞ ഗന്ധർവൻ അവിടെ വന്ന് ഈ സുന്ദരിയായ ഈ മാതാവിനെ കണ്ട് അദ്ദേഹത്തിന് കാമം ഉണ്ടായി. അപ്പോൾ ആരുടെ രൂപത്തിലാണ് വന്നത് ദ്രമിളൻ? ഈ ഉഗ്രസേന സ്വന്തം ഭർത്താവ് കംസൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഉഗ്രസേനാണല്ലോ, അത് ദേവകിയുടെ അച്ഛൻ. അതായത് ഈ അമ്മയ്ക്ക് ഒരേ ഒരു ഭർത്താവല്ലേ ഉഗ്രസേനൻ. പക്ഷേ ഈ മകൻ കംസൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്ന് പറയുന്നത്. ഇവർ വനത്തിലൊക്കെ ഇങ്ങനെ സഹികളുമായി ക്രീഡിച്ച് സന്തോഷം നടന്ന സമയത്ത് ഈ ദ്രമിളൻ എന്ന് പറയുന്ന ഗന്ധർവൻ വന്ന് കണ്ടു സുന്ദരിയായ ഈ സ്ത്രീയെ. അങ്ങനെ ആൾമാറാട്ടത്തിൽ അവരുടെ ഭർത്താവ് തന്നെ ഉഗ്രസനാണെന്ന് ആ രൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്തോ വിഭ്രമിച്ച് അവർ സുഭ്രൂവിലാസിനെ കണ്ട് കാമിച്ചു ഈ ഗന്ധർവൻ. അപ്പോൾ വിഭ്രമിച്ച് അംഗീകരിച്ചു. കാരണം ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? അങ്ങനെ വിഭ്രമിച്ചെങ്കിലും അംഗീകരിച്ചു. കാരണം എന്താ? ഉഗ്രസേനെ പോലെ ഉഗ്രസേനായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, ഭർത്താവല്ലേ. അപ്പോൾ ഗജം പോലെ വൃത്താന്തം അപ്പോൾ അറിഞ്ഞു മാതാവുടൻ. അപ്പോൾ എന്തോ ഗജം പോലെ സ്വന്തം ഭർത്താവിൻ്റെ രീതി അല്ലാതെ, ഗജം വെച്ചാൽ ആനയെന്ന് അർത്ഥം, അത്ര ശക്തിമാൻ എന്നുള്ള എന്തോ ഒരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് അപകടമാണെന്ന്. അങ്ങനെ എത്രയും കോപേന ഭർസിച്ചു പറഞ്ഞു, ദേഷിച്ചു പറഞ്ഞു, ദുഷ്ടനായി നിസ്തപനായ നീ എന്നുടെ, ദുഷ്ടനും ലജ്ജയില്ലാത്തവനായി നീ എൻ്റെ നിഷ്ഠ നീ തെറ്റിച്ചു. ഭർത്തൃവ്രതം, എനിക്ക് വ്രതം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തന്നെ അത്ര എനിക്ക് ഭർത്തൃവ്രതം ഉള്ളവളാണ്, അത് നിഷേധിച്ച് നീ ദുഷ്ടൻ, നീ എന്നെ അറിയാതെ വഞ്ചിച്ചു കളഞ്ഞു. ഭർത്താവിൻ്റെ രൂപം കാട്ടി വന്നപ്പോൾ ഇവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നീ നിഷ്ഠുരനാം, നീ നരകെ പതിച്ചു പോകുന്നവർ ഒരു ശാപവും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ദ്രമിളൻ ഗന്ധർവൻ എന്തു പറഞ്ഞു? ഞാൻ ഗന്ധർവനാണ്,
എൻ്റെ പേര് ദ്രമിളൻ എന്നാണ്. സുന്ദരിമാർ ദേവാംഗനമാർക്ക് യോഗ്യനായും, അപ്പോൾ സുന്ദരികളായ ദേവാംഗനമാർക്ക് പോലും ഞാൻ യോഗ്യനായും, മണ്ണിലും വിണ്ണിലുമല്ല, അത് നമ്മുടെ ഭൂമിയിലും ആകാശത്തും ഗമിക്കുന്ന സുന്ദരൻ. എവിടെ നോക്കിയാലും ഞാൻ അത്ര ഉന്നതനാണ്. എവിടെ വെണ്ണിലും ഞാൻ മുന്നോട്ട് നിൽക്കുന്നവനാണ്, മണ്ണിലും അങ്ങനെ തന്നെയാണ്. എന്നിൽ കവിഞ്ഞ് ഒന്നുമില്ല, അത്ര ഞാൻ ഉന്നതനാണ്. ഗമിക്കുന്നതെന്ന് വെച്ചാൽ അത് അത്രമാത്രം മുമ്പോട്ട് അവിടെയും ഇവിടെയും ഒന്നുപോലെ നന്നായി യോഗ്യനായി നിൽക്കുന്ന ഒരുത്തനാണ് ഞാൻ. സുന്ദരനാണ്, ഗീർവാണ സംഘത്തിൽ ഉത്തമനുമാണ്. ജന്മജരാമരണാദി സംയുക്തരായി കൽമഷ രൂപികളായി ഭൂമി വാഴുന്ന നമ്മുടെ ഭൂമിയിൽ എന്താ മനുഷ്യർ ജനന മരണങ്ങളായിട്ട് ദുഃഖിച്ച് കഴിയുന്നവരാണ് നമ്മുടെ ഭൂമിയിൽ. അതാണ് അങ്ങനെയുള്ള ഭൂമിയിൽ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ദേവലോകത്ത് പോയി ജനിച്ചേനെ. നമ്മൾ വാസന കൊണ്ടാണ് ഭൂമിയിൽ വരുന്നത്. വാസന വെച്ചാൽ നമ്മുടെ കർമ്മഫലങ്ങൾ. സുഖമായാലും ദുഃഖമായാലും കുറേ കർമ്മങ്ങൾ ചെയ്ത് വെച്ചേക്കുമല്ലോ, അത് അനുഭവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഭൂമിയിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഭൂമിയിലായാലും പിന്നെ വിണ്ണിൽ ആകാശത്തായാലും ഗീർവാണ സംഘത്തിൽ ഉത്തമനാണ് ഞാൻ. ജന്മജരാ മരണാദി സംയുക്തരായി കൽമഷ രൂപികളായി ഈ ഭൂമിയിൽ വാഴുന്ന മാനുഷ നാരികളായി നിങ്ങൾക്ക് ഇവിടെ വാനവരായുള്ള ഞങ്ങളെ സിദ്ധിപ്പാൻ, അത് സ്വർഗത്തിലുള്ള ഗന്ധർവന്മാരെ സിദ്ധിപ്പാൻ ദുർലഭമാണ്. അത് മനസ്സിലാക്കൂ. ഇതങ്ങനെയൊന്നും കിട്ടുന്നതല്ല. ഈ ഗന്ധർവനിങ്ങനെ നിങ്ങൾക്ക് ഭൂമിയിൽ പിന്നെ ജനന മരണങ്ങളുള്ള പാപങ്ങളുള്ള അതായത് കൽമഷങ്ങളുള്ള നിങ്ങൾക്ക് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഇത് സാധിക്കുന്ന കാര്യമല്ല. ഈ ഗന്ധർവനായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അത് അസാധ്യമാണ്, ദുർലഭമാണ്. ഇത്രയും ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ഭാഗ്യമൊന്ന് കരുതൂ. ഇതൊക്കെയാണ് ആ സ്ത്രീയോട് പറഞ്ഞത്. അതുകൊണ്ട് നല്ലത് സിദ്ധിച്ചതു നിനക്കോർക്ക, നിനക്ക് നന്മയാണെന്ന് നീ മനസ്സിലാക്കൂ. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഗന്ധർവൻ ഒരു നാരിയെ ഒന്നും സ്പർശിക്കത്തില്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക നടക്കത്തില്ല. കാരണം അങ്ങനെയൊന്നും കിട്ടുന്നതല്ല എന്നെ. ഞാൻ ഉന്നതനാണ്. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും എവിടെ നോക്കിയാലും ഞാൻ കേമനാണ്. എന്നെ കിട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് നീ മനസ്സിലാക്കുക, നിനക്കത് നന്മയാണ് സിദ്ധിച്ചത്. ഏവം ദ്രമിളവാക്യം കേട്ട് കോപേന പാപം അങ്ങോട്ട് പകർന്ന് പറഞ്ഞത് മാതാവ്. എന്നിട്ടും കോപം കൊണ്ട് സഹിക്കവയ്യാതെ പറയുന്നത് ഭൂമി വാരി വെള്ളം. ഭൂമിയിലും വെള്ളത്തിലും അഗ്നിയിലും കാറ്റിലും ആകാശത്തിലും ചന്ദ്രനിലും അർക്കനിലും ദിക്പാല ധർമ്മങ്ങൾ സന്ധ്യാദികൾ ഏവരെയും അതിക്രമ്യ ഭവാനിപ്പോൾ ഏവം മലിനമായി മേവുന്ന നേരത്ത് ദേവനെന്നാകിൽ ഈ വണ്ണം നടക്കുമോ? ഇവിടെ ഇത്രയും അശുഭമായ ഈ സമയം, ഇത്രമാത്രം കൊള്ളാത്ത പിന്നെ ഈ സന്ധ്യയായ ഈ സമയത്ത്, ഇത് മലിനം അഴുക്കുള്ള ഈ നേരത്ത്, അത്രമാത്രം സന്ധ്യാസമയങ്ങളിൽ ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ട് പലതും. ഇങ്ങനെയുള്ള സമയത്ത് ദേവനെന്നാകിൽ ഈ വണ്ണം നീ ചെയ്യുമോ? ഇത് ശരിയാണോ? ഏവം പറഞ്ഞത് കേട്ട് ദ്രമിളനും നിർമ്മലഗാത്രി കേട്ടിടൂ ഞാൻ ചൊല്ലുന്നത്. ഞാൻ പറഞ്ഞു നീ കേൾക്കൂ. ധർമ്മം മനുഷ്യരിൽ ദേവകൾക്കാമല്ലോ, ധർമ്മമല്ലോ ദേവകളിൽ നരന്മാർക്ക്. അപ്പം ദേവന്മാരിൽ ധർമ്മം ദേവകൾക്ക്, അത് മനുഷ്യരിൽ വെച്ച് നോക്കുമ്പോൾ ദേവകൾക്കാണ് ഇതൊക്കെ കൂടുതൽ ധർമ്മം. അപ്പം അയാൾ ചെയ്ത ഒരു ധർമ്മമാണെന്ന്. സന്തതി സംഗമത്തിനുള്ള മാർഗം ഇതെന്തറിയാതെ പറയുന്നത്ര നമ്മളൊക്കെ ഇവിടെ അന്നദാനം കൊടുക്കുന്നത് പോലെ അവർ പുത്രദാനം കൊടുക്കുന്ന പറയുന്നത്. ദേവന്മാർക്ക് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളൊക്കെ ദാനം ചെയ്യുന്നെന്നുള്ള വെച്ചാൽ അവർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്രയ്ക്കും കൊണ്ട് പറയാൻ അറിയത്തില്ല. നമ്മളൊക്കെ ഭൂമിയിൽ എന്താ ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ സ്വർഗത്തിലുള്ള ഈ ഗന്ധർവന്മാർക്ക് തോന്നും ഭൂമിയിൽ പോയി മനുഷ്യർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കണമെന്ന്. അങ്ങനെ അവർ സന്തതികളെ കൊടുക്കുന്നു. ചിലപ്പോൾ അവർക്കത് വലുതായിരിക്കാം. അതുകൊണ്ട് ധർമ്മം മനുഷ്യരിൽ ദേവകൾക്കാമല്ലോ, ധർമ്മമല്ലോ ദേവകളിൽ നരന്മാർക്ക് സന്തതി. സംഗമത്തിനുള്ള മാർഗം ഇതെന്തറിയാതെ പറയുന്നത്ര. ഇത് പുരുഷന്മാർക്ക് നരന്മാർക്ക് ഈ സന്തതി സംഗമത്തിലുള്ള മാർഗമാണെന്ന് അറിയാതെ എന്താ ഇങ്ങനെ പറയുന്നത്? ആയതുകൊണ്ട് നിനക്കുണ്ടായി ഗർഭവും, അതുകൊണ്ട് നിനക്ക് ഗർഭമുണ്ടായി. ആയവൻ പുത്രനായി വന്നുകൊണ്ട് ദൃഢം. നിന്റെ ഉള്ളിൽ ഒരു പുത്രനുണ്ട്. അത് ശ്രീമാനായിട്ടും ബഹുധീമാനായിട്ടും മഹോ ഉത്സാഹിയായിട്ടും ഭൂമിവരനായും വരുമെന്നറിയുന്നു. രാജാവായിട്ടും ബഹുധീമാനായിട്ടും മഹോ ഉത്സാഹിയായിട്ടും ശ്രീമാനായിട്ടൊക്കെ വരും ഈ പുത്രൻ നിനക്ക്. അത് കംസൻ അന്ന് അവരുടെ വയറ്റിൽ അന്നേരം വന്ന സമയത്താണ് കംസൻ ഇതെല്ലാം നാരദ മഹാമുനി പറഞ്ഞാണ് ഇത് അറിയുന്നത്. അല്ലെങ്കിൽ നാരദ മഹാമുനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം വാക്കുകൾ കേട്ട് മമ മാതാ. അപ്പം ഈ കംസൻ ഇത് ആരുടെ പറയുന്നത്? പിന്നെ ഈ കംസൻ്റെ എന്താ പറയുക
ശത്രുക്കളെ എന്തോ ഈ കൃഷ്ണനൊക്കെ ശത്രുക്കളാണ്. കൃഷ്ണനെ വധിക്കാൻ ഇദ്ദേഹത്തിന് ഒരുപാട് ബന്ധുക്കളുണ്ടല്ലോ. ആ മന്ത്രിമാർ, ഈ മന്ത്രിമാരടുത്തൊക്കെയാണ് ഈ വിവരം പറയുന്നത്. അതുകൊണ്ട് പിതാവിനെ കൊല്ലുന്നത് കംസന്റെ പിതാവല്ല, എങ്കിലും ഉഗ്രസേനൻ പിതാവായിട്ടാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലുന്നതിന് യാതൊരു ദോഷവുമില്ല, കാരണം ഉഗ്രസേനൻ എൻ്റെ പിതാവല്ല. ഇതെല്ലാം അയാളുടെ സേവകന്മാരെ മന്ത്രിമാരടുത്ത് പറയുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ജനിച്ചേക്കുന്നത്. വനത്തിൽ വെച്ച് എൻ്റെ അമ്മ ഇങ്ങനെ സഖികളുമായി പോയപ്പോൾ രജസ്വലതയായിട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ഗന്ധർവൻ്റെ കുട്ടിയാണ്. ഇതൊക്കെയാണ് അവരോട് പറയുന്ന കാര്യമായത്. അപ്പോൾ രാജാവായൊക്കെ വരുമെന്ന് നീ മനസ്സിലാക്കൂ. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ അമ്മ പറയുന്നു, അമ്മ മാതാ ചിത്തകോപേന പറഞ്ഞു തന്നേരം എന്താ മനസ്സ് അത്രത്തോളം ദേഷ്യത്തോട് പറയുന്നു, നിന്ദിതനായ നിൻ പുത്രൻ ഉണ്ടാകിൽ, നിന്ദിതനായ ഈ ദ്രമിളൻ്റെ ഈ ഗന്ധർവൻ്റെ ഒരു പുത്രൻ എനിക്കങ്ങനെ വന്നാൽ എന്നുടെ കാന്തൻ്റെ വംശത്തിലുണ്ടായ നന്ദനന്മാരിൽ ഒരുത്തൻ അവൻ തന്നെ കൊന്നിടും എന്നതറിയാം നീ കശ്മല. നിനക്ക് അങ്ങനെ ഒരു പുത്രൻ എൻ്റെ ഉള്ളിൽ എൻ്റെ വയറ്റിൽ വന്നൊരു പുത്രൻ അങ്ങനെ ജനിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അതായത് ഉഗ്രസേനൻ്റെ വംശത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടി ആ ജനിക്കുന്ന കൊച്ചിനെ, അതായത് കംസനാണല്ലോ, അവനെ കൊന്നിരിക്കും. അതാണ് അന്നത്തെ ആ ശാപം. ഒന്നുകൂടെ നിങ്ങൾക്ക് ഇന്നലെ വായിച്ചു തന്നതാ, ഇന്നൊന്നും കൂടെ മനസ്സിലാക്കട്ടെന്നോർത്ത് പറഞ്ഞതാ മക്കളെ. നമ്മൾ ഇന്നലെ വായിച്ചതാണ്, ഇനി അതിൻ്റെ ബാക്കി കണ്ടു വായിക്കാം. അപ്പോൾ ഇങ്ങനെ അമ്മ അന്ന് പറഞ്ഞ ആ കശ്മലനായ ദ്രമിളനോട്, ആ ഗന്ധർവനോട് പറയാം, അങ്ങനെ ഒരു കുട്ടി എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചാൽ, അതിനെ ഞാൻ പ്രസവിച്ചാൽ, അങ്ങനെ ഒരു മകൻ എനിക്ക് വന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ രൂപം കാട്ടിയല്ലയോ നീ എന്നെ കബളിപ്പിച്ചത്. അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു നന്ദനൻ, ഒരു കുട്ടി ഈ ഞാൻ പ്രസവിക്കുന്ന ഈ ദുഷ്ടനായ നിൻ്റെ മകനായ ഒരു പുത്രൻ എനിക്ക് വന്നാൽ അവനെ എൻ്റെ പിതാവിൻ്റെ എൻ്റെ ഭർത്താവായ ഉഗ്രസേനൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കുട്ടി അവനെ കൊന്നിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഉഗ്രസേനൻ്റെ വംശത്തിൽ പെട്ടതല്ലേ, കൊച്ചുമകനല്ലേ, ദേവകിയുടെ മകനല്ലേ, അപ്പോൾ കൊച്ചുമകനല്ലേ, മകളുടെ മകൻ. അപ്പോൾ ഈ കംസൻ ആരാണ്? ഈ ദ്രമിളനായ ഗന്ധർവൻ്റെ മകനുമാണ്. ഈ വിവരം നാരദ മഹാമുനിയാണ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്, അല്ലാതെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് കശ്മല, എൻ്റെ ഭർത്താവിന് എൻ്റെ കാന്തൻ്റെ വംശത്തിലുണ്ടായ നന്ദന്മാരിൽ ഒരുത്തൻ അവൻ തന്നെ കൊന്നിടും എന്നതറിയാം. അവൻ തന്നെ ഈ കുട്ടിയെ കൊല്ലും. എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിലൊരു കുഞ്ഞ് തന്നെ അവനെ കൊന്നിരിക്കും. അങ്ങനെ പറഞ്ഞു. അപ്പം ആ കൃഷ്ണന് ഇവൻ അമ്മാവനാവും. കാരണം ദേവകിയുടെ അമ്മ പ്രസവിക്കുമ്പോൾ എന്താ വരുന്നത്? തന്ത ആരായാലും തള്ള പ്രസവിക്കുന്നതാണല്ലോ, അപ്പം സഹോദരനാണല്ലോ, അപ്പോൾ അമ്മാവനല്ലേ കംസൻ ഭഗവാൻ കൃഷ്ണന്. അങ്ങനെയാണ് അമ്മാവനും ശേഷാരനും ആയത്. ഉഗ്രസേനൻ്റെ മകനല്ലെങ്കിലും അമ്മ പ്രസവിക്കുന്നതാകുമ്പം ശേഷാരനാവുമല്ലോ. എന്നുര ചെയ്ത് പോന്നിടിനാൾ മാതാവും എന്നെ പ്രസവിച്ചതെന്ന് കേൾപ്പുണ്ടോ. ഇങ്ങനെ എൻ്റെ അമ്മ അവന് ഈ ശാപവും വരമൊക്കെ കൊണ്ടിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ പോരുന്നു, അങ്ങനെ വന്നിട്ടാണ് എന്നെ പ്രസവിച്ചതെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയെല്ലാം ദേഷിച്ചും വിഷമിച്ചും ഒക്കെ വന്നിട്ടാണ് കറണ്ട് പോയി എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. കറണ്ട് വരാൻ ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നിർത്തി വെച്ചു മക്കളെ. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്? അങ്ങനെ നിന്ദിതനായ നിൻ പുത്രനുണ്ടാകിൽ എന്നുടെ കാന്തൻ്റെ വംശത്തിലുണ്ടായ നന്ദനന്മാരിൽ ഒരുത്തൻ അവൻ തന്നെ അപ്പം കൃഷ്ണൻ തന്നെ ആണല്ലോ ഒരു കുട്ടി, ആ ദേവകിയുടെ മകനായല്ലോ, അതാണ് ഭഗവാൻ കൃഷ്ണൻ. അവൻ തന്നെ ഈ കുട്ടിയെ, ഇങ്ങനെ ജനിക്കുന്ന നിൻ്റെ മകനെ കൊല്ലും. കശ്മല, കൊന്നിട്ടുമെന്ന് അറിയുക നീ കശ്മല. ദ്രമിള, ഗന്ധർവ, നീ മനസ്സിലാക്കൂ, നിൻ്റെ കുട്ടി എൻ്റെ വയറ്റിലുണ്ട്. അത് അങ്ങനെ ജനിക്കുന്ന സമയത്ത് അത് പുത്രനാണല്ലോ, അന്ന് എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കുട്ടി തന്നെ ഇവനെ കൊന്നിരിക്കും. എന്നുര ചെയ്ത് പോന്നിടനാൾ മാതാവും എന്നെ പ്രസവിച്ചതെന്ന് കേൾപ്പുണ്ടോ. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് മന്ത്രിമാരടുത്ത് കംസൻ പറയുന്നു. അതുകൊണ്ട് ഉഗ്രസേനനെ കൊല്ലുന്നതിന്, കാരണം ഭഗവാൻ കൃഷ്ണനെയും രാമനെയും കൊന്നിട്ട് വസുദേവരുടെയും കൊന്നിട്ട് പിന്നെ ഉഗ്രസേനനെയും കൊല്ലണം. ഈ രാജാവാൻ ഇവിടെ കൊതിച്ചിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് എൻ്റെ പിതാവൊന്നുമല്ല, എനിക്ക് ഉഗ്രസേനനെയും കൊല്ലണം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നെ പ്രസവിച്ചത് അങ്ങനെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാതാപിതാക്കളും ദുർഭകനെന്നോർത്ത് ചേതസി മോദമില്ലാതെ ത്യജിച്ചതു കർമ്മബലേനെ വളർന്നത് ഞാനിഹ. എൻ്റെ കർമ്മം കൊണ്ടാണ് ഞാനിവിടെ വളർന്നത്. കാരണം എൻ്റെ മാതാപിതാക്കൾ ആരാ? ഉഗ്രസേനൻ, വളർത്തച്ഛൻ.
അപ്പം അവിടെ അല്ലേ വളരുന്നത്. അതുകൊണ്ട് എന്നെ ദുർഭകനെന്നോർത്ത്, കാരണം ഈ ദ്രമിളൻ്റെ മകനെന്നോർത്ത്, ഇത് അന്നേ നിന്ദിച്ച വെച്ചേക്കല്ലോ ഈ ദ്രമിളനെ പ്രാവി ദുഷ്ടാന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, അങ്ങനെ എന്നെ ജനിച്ചപ്പോഴേ എന്നെ ദുർഭകനെന്നോർത്ത് ചേതസി മോദമില്ലാതെ, ഒരു സന്തോഷമില്ലാതെയാണ് ഉഗ്രസേനനും എൻ്റെ അമ്മയും എന്നെ വളർത്തിയത്. ത്യജിച്ചിട്ട് ഇഷ്ടമില്ലാതെ ആണ് എൻ്റെ കർമ്മബലേന ഞാനിവിടെ വളർന്നു എന്ന് മനസ്സിലാക്കൂ. അവിടെ അങ്ങനെ അതുകൊണ്ട് തമ്മിലേതും ചേർച്ചയില്ല. അതുമൂലമായി ഈ ഉഗ്രസേനനും ഞാനുമായിട്ട്, അത് കംസനുമായിട്ട് യാതൊരു ചേർച്ചയില്ല. കാരണം തന്തയും മകനും അല്ല, പിതാവും മകനും അല്ല, അതുകൊണ്ട് ചേർച്ചയില്ല. അതുകൊണ്ട് എനിക്ക് ഉഗ്രസേനനെ കൊല്ലുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു ദോഷവും ഇല്ല. എൻ്റെ പിതാവല്ലല്ലോ. നമുക്കിനി കണ്ടു വായിക്കാം. നമുക്ക് ഒന്ന് കയറ്റി വായിക്കാം. അങ്ങനെ എന്നുടേ കാന്തൻ്റെ തെളിയുന്നില്ല, പാൻ കിടക്കൊണ്ട വംശത്തിലുണ്ടായ നന്ദനന്മാരിൽ ഒരുത്തൻ അവൻ, അത് കൃഷ്ണൻ, അവൻ തന്നെ കൊന്നിടും എന്നതറിയാ നീ കശ്മല. എന്നുര ചെയ്ത് പോന്നിടിനാൾ മാതാവും എന്നെ പ്രസവിച്ചതെന്നു കേൾപ്പുണ്ടടോ. അങ്ങനെയാണ് എന്നെ പെറ്റത്. മാതാപിതാക്കളും ദുർഭകനെന്ന് ഓർത്ത് ചേതസി മോദമില്ലാതെ ത്യജിച്ചിതു. കർമ്മബലേനെ വളർന്നിതു ഞാനിഹ. തമ്മിലേതും ചേർച്ചയില്ല അതുമൂലമായി. അതായത് കർമ്മബലം കൊണ്ട് ഞാൻ വളർന്നതാണ്. എന്നോട് യാതൊരു സ്നേഹവുമില്ലാതെയും വാത്സല്യമില്ലാതെയും സന്തോഷമില്ലാതെയൊക്കെയാണ് എന്നെ വളർത്തിയത്. കാരണം നിന്ദിതൻ, അതായത് ഈ ദുർഭകനായ ഈ ദ്രമിളൻ്റെ മകനായതുകൊണ്ട് എന്നെ മോദമില്ലാതെ, മനസ്സിൽ ഒരു സ്നേഹവുമില്ലാതെയാണ് എന്നെ ത്യജിച്ച്, അങ്ങനെ ഒരു സന്തോഷമില്ലാതെ ഏതോ ഒരു പന്ന കുട്ടിയെ വളർത്താൻ അങ്ങനെ അങ്ങ് വളർത്തി, കൊന്നില്ലെന്നേ ഉള്ളൂ. അയാളുടെ കർമ്മബലം കൊണ്ട് വളർന്നു. അതുകൊണ്ട് ഞങ്ങൾ തങ്ങളിൽ ഒരു ചേർച്ചയുമില്ല, യാതൊരു സ്നേഹവുമില്ല. ഗന്ധർവ വംശമെൻ മൂലമെന്നോർക്കണം. ഞാൻ ആരാണ്? കംസൻ ഗന്ധർവ വംശമാണ്. ദ്രമിളൻ ഗന്ധർവനാണല്ലോ. അപ്പോൾ എൻ്റെ പിതാവ് ഗന്ധർവനായതുകൊണ്ട് ഞാൻ ഗന്ധർവ വംശത്തിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഓർക്കൂ. മന്ത്രിമാരോടത്ത് ഈ ചാണൂരനും മല്ലനും ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ, അവരോടാണ് ഇത് പറയുന്നത്. അന്ധകവൃഷ്ണികൾ വംശം അതല്ലെന്നും ഏവം എന്നോട് അറിയിച്ചതു നാരദൻ. ഞാൻ അന്ധകവൃഷ്ണി വംശത്തിലുള്ളവനല്ല. കാരണം ഇവിടെ മറ്റുള്ളവരുടെ കൂടെ ജനിച്ച വംശം ഗന്ധർവനായതുകൊണ്ട് ഇവരുടെ കൂടെ ഉള്ളവനല്ല. ഏവം എന്നോട് ഇതെല്ലാം അറിയിച്ചതാരാ? നാരദ മഹാമുനി. പാപമില്ലുഗ്രസേനൻ തന്നെ കൊല്ലുകിൽ മൽഗുരുഭൂതനാകും ജരാസന്ധനും സൽഗുണവാനാം നരകനും ശമ്പരൻ പിന്നെ വിവിധനും ഉണ്ടെന്നറിയണം. അപ്പോൾ പാപമില്ല, ഈ ഉഗ്രസേനെ കൊന്നാൽ എൻ്റെ അച്ഛനല്ലല്ലോ, ദേവകിയുടെ അച്ഛനായി, ഇയാൾക്ക് മാത്രമേ ഉള്ള അച്ഛനല്ലാതെ, ഗന്ധർവനാണ് ആയതുകൊണ്ട്. അപ്പോൾ എന്നാൽ അയാൾ ചത്താലും പിന്നെ ആരൊക്കെ ഉണ്ട് എനിക്ക്? ഗുരുഭൂതന്മാരാ ജരാസന്ധനുണ്ട്. അതായത് അവരുടെ 2 ഭാര്യമാർ ജരാസന്ധൻ്റെ മക്കളാണല്ലോ കംസൻ്റെ ഭാര്യമാർ. അപ്പം ഭാര്യയുടെ പിതാവാം അമ്മാവിയപ്പൻ. അപ്പം ജരാസന്ധനുണ്ട്, പിന്നെ സൽഗുണവാനാം നരകനുണ്ട്, ശമ്പരനുണ്ട്, പിന്നെ വിവിധനുമുണ്ടെന്നാൽ എനിക്ക് എല്ലാവരും ഉണ്ട്. ഉഗ്രസേനൻ മരിച്ചാലും ഇന്നു ഞാൻ വൈരികളെ കൊല ചെയ്തുടൻ മന്നവനായി ഭുവി സ്വൈരമായി വാഴുവനെന്ന്. അതുകൊണ്ട് നീ മിത്രകാര്യാർത്ഥമായി ചെന്നു ധനുർയാഗകാര്യം നിമിത്തമായി ബാലകന്മാരെയും കൊണ്ടിങ്ങി പോരണം. ഇതിത്രയും ഈ പറഞ്ഞത്രയും പിന്നെ ഈ എന്താ പറയുക, അയാളുടെ പേരെന്തോ അക്രൂരൻ്റെ അടുത്താണ് ഇത്രയും പറഞ്ഞത്. ഞാനത് മറന്നുപോയി. ഇന്നലെ നമ്മൾ വായിച്ച് മറ്റാടത്തെല്ലാം പറഞ്ഞെങ്കിലും ഇത്രയും വിശദമായിട്ട് അക്രൂരനോട് പറഞ്ഞെന്താണ്? 2 കുട്ടികളെ ഇവിടെ കൊണ്ട് ധനുർയാഗത്തിന് കൊണ്ട് വരണം, അവരെ ആനയെ കൊണ്ട് കുത്തിച്ച് കൊല്ലാം, ഇല്ലെങ്കിൽ മല്ലയുദ്ധം കൊണ്ട് കൊല്ലാം, അവരെ കൊന്നിട്ട് വസുദേവരെയും കൊല്ലണം, ഉഗ്രസേനെയും കൊല്ലണം. ഇതല്ല അക്രൂരനോട് പറയാറുണ്ട്, നീ എൻ്റെ ചന്ദനം കൊണ്ടുപോകൂ, പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ, എന്നിട്ട് ഗോരസ ഇതൊക്കെ പശുവിൻ്റെ മോരും അതും ഇതൊക്കെ കൊണ്ടുവരണമല്ലോ എന്ന് ആരുടെടുത്താ പറഞ്ഞത്? ഇത് അക്രൂരനടുത്താണ് പറഞ്ഞത്. അതിന് മുന്നേ മറ്റേടത്തൊക്കെ, പക്ഷേ ഇപ്പം വിളിച്ചു നിർത്തി അവിടെ പോയി കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം എല്ലാം അക്രൂരനോട് പറഞ്ഞു. ഞാനത് രാവിലെ മറന്നുപോയി അത് വായിച്ചത്. ഇന്നു ഞാൻ വൈരികളെ കൊല ചെയ്തുടൻ മന്നവനായി ഭുവി സ്വൈരമായി വാഴുവനെന്ന്. അതുകൊണ്ട് നീ
ഞാൻ അവരെയൊക്കെ കൊന്നിട്ട് സ്വൈരമായി രാജ്യം വാഴും, മന്നവനായി രാജാവായിട്ട് ഭൂവി സ്വൈരമായി വാഴുവനെന്ന്. അതുകൊണ്ട് നീ, അതായത് അക്രൂരൻ, മിത്രകാര്യാർത്ഥമായി ചെന്ന് ധനുർയാഗകാര്യം നിമിത്തമായി ബാലകന്മാരെയും കൊണ്ടിങ്ങ് പോരണം. അതുകൊണ്ട് ഇവിടെ ധനുർയാഗം നടക്കുന്നത് കൊണ്ട് അത് മുഖാന്തരം പോയി പിള്ളേരെ അവിടുന്ന് കൊണ്ടുവരണം. ചാലേ 14 നാളുണ്ട് യാഗവും, 14 നാളുണ്ട് യാഗവും. ഏവം പറഞ്ഞുറപ്പിച്ചതു കംസനും. 14 ദിവസത്തിനകത്താണ് ഈ യാഗം നടക്കുന്നത്. അതുകൊണ്ട് ഇതിനകം വെച്ച് കുട്ടികളെ പോയി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. സേവകൻ അക്രൂരനും കേട്ടു ചൊല്ലിയിടിനാൻ. എന്നിട്ട് ഇത്രയും പറയുമ്പം അക്രൂരൻ എന്താ പറയുന്നത് കംസനോട്? 14 നാൾ യാഗത്തിനുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് പോയി കുട്ടികളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ കംസനോട് സേവകനായ ഈ അക്രൂരൻ, സേവകനാണ് അക്രൂരൻ, ഇത് കേട്ടിട്ട് ചൊല്ലുന്നു. എന്താ പറയുന്നേ? പോകുവൻ ഇന്നു ഞാൻ നിന്റെ നിയോഗത്താൽ, ഏകനാം ദൈവവിധി മതമുണ്ടെങ്കിൽ, ഏകനായിരിക്കുന്ന ഭഗവാന്റെ വിധിമതമുണ്ടെങ്കിൽ ഞാൻ പോകുവാം. നീ പറഞ്ഞ ഈ കംസന്റെ നിയോഗപ്രകാരം ഞാൻ പോകാം. ഈശ്വരൻ ഏകനാണ്. ഏകനാം ദൈവവിധി മതമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിധി മതമുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരാം. പാരിൽ ജനിപ്പോർക്ക് അസാധ്യവും സാധ്യമാം. ഈ ഭൂമിയിൽ ജനിക്കുന്നവർക്ക് അസാധ്യവും സാധ്യമാകും. ഇപ്പം കംസൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഏകനായിരിക്കുന്ന ഈശ്വരൻ അറിയാം. വിധിമതം ഉണ്ടെങ്കിൽ അതതിനകത്തൊരു അല്പം അർത്ഥമുണ്ട്. ഇവിടെ കുട്ടികളെ കൊല്ലണോ കൊല്ലണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഒരാളുണ്ട്, ഈശ്വരനുണ്ട്, ഏകനായിരിക്കുന്ന പരമാത്മാവുണ്ട്. അതുകൊണ്ട് പാരിൽ ജനിപ്പോർക്ക് അസാധ്യവും സാധ്യമാണ്. ഇവിടെ ഭൂമിയിൽ ജനിക്കുന്നവർക്ക് ഒന്നും അസാധ്യമായില്ല. സാധിക്കാത്തതും സാധിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അതാണ് ഈ അക്രൂരൻ ഭയങ്കര ദൈവികമാണ്. കൃഷ്ണനെയൊക്കെ പരമാത്മാവാണെന്ന് അറിയാം. അക്രൂരനെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ഇത്രയും കേട്ട പാതി കേൾക്കാതെ അദ്ദേഹത്തിന് ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തിന് അദ്ദേഹം പോകും. പക്ഷേ അക്രൂരനറിയാം വരേണ്ടെന്നൊക്കെ വരുള്ളൂ. കൃഷ്ണനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അക്രൂരനറിയാം. അല്ലെങ്കിൽ ഇത്രയൊക്കെ പറയുമ്പോൾ അക്രൂരൻ പോയേ പറ്റൂ, കാരണം സേവകനല്ലേ. അതുകൊണ്ട് പോകുവൻ ഇന്നു ഞാൻ നിന്റെ നിയോഗത്താൽ, ഏകനാം ദൈവവിധി മതമുണ്ടെങ്കിൽ ഞാൻ നിന്റെ നിയോഗപ്രകാരം പറഞ്ഞനുസരിച്ച് ഞാൻ പോകാം. ഏകാത്മാവായിരിക്കുന്ന ഭഗവാന്റെ വിധിമതമുണ്ടെങ്കിൽ പാരിൽ ജനിപ്പോർക്ക് അസാധ്യവും സാധ്യമാം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവർ തന്നെയാണ്. നമുക്ക് ജനന മരണങ്ങളൊക്കെ ഉള്ളവരും തന്നെയാണ്. നമ്മൾ കൽമഷം, നമുക്ക് പാപമൊക്കെ, പക്ഷെ നമുക്കിതൊക്കെ പോക്കാനും ഈശ്വരനുള്ള സ്നേഹവും ഭക്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറും. അസാധ്യവും സാധ്യമായി വരും. അങ്ങനെ എത്രയോ കണ്ടിരിക്കുന്നു. എത്ര നല്ല നല്ല ഭക്തന്മാർക്ക് വിധിയെ മാറ്റിയിടുന്നു. മരണം തന്നെ എത്രയോ എൻ്റെ അമ്മയ്ക്കുള്ള അനുഭവം എനിക്കറിയാം. അമ്മയ്ക്ക് ജാതകത്തിൽ എത്ര വയസ്സ്, 75 വയസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ അമ്മ എൻ്റെ കൂടെ നിന്നില്ലല്ലോ, എനിക്കും വേണം അമ്മ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോൾ 5 വർഷം അത് ദൈവം നീട്ടി തന്നു. അതെനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ എനിക്ക് 67 വയസ്സിൽ എൻ്റെ നല്ല ഉത്തമമായ ജപാതി എല്ലാ അനുഭവങ്ങളാണ്. ആ 67 വയസ്സാണ് പറയുക. പിന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈശ്വരാരാധനയിൽ കൂടി മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ എന്താ, ഒരു ഭക്തനെ അങ്ങനെ എടുക്കാനല്ല ഭഗവാൻ അറിയാം. അസാധ്യം ഒന്നുമില്ല ഈശ്വരന്. നമുക്ക് ഈ മനുഷ്യർക്ക്, പക്ഷെ നമ്മൾ മനുഷ്യനായിട്ട് ഇരിക്കണം. നമ്മൾ മനുഷ്യനായാൽ മതി. ഒരു മനുഷ്യനാണോ നമുക്ക് എന്തും സാധ്യമാക്കി തരും ഭഗവാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. പാരിൽ, ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് അസാധ്യം സാധ്യമാം. ജനിപ്പോർക്ക് അസാധ്യവും, എന്ത് അസാധ്യമാണോ അതൊക്കെ സാധിക്കും. നാരായണൻ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ചവണ്ണം ഭവിക്കയില്ല, ഓർക്കുകയും വേണം. ഈശ്വരൻ്റെ കൃപ ഇല്ലെങ്കിൽ ഒന്നും മനക്കോട്ട ചെയ്യാനേ പറ്റൂ. ഭാവിച്ചവണ്ണം ഭവിക്കയില്ല, അത് ഓർക്കണം. അപ്പോൾ നമ്മളൊരു ഭക്തനാണോ, എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഭാവന, അത് നമുക്ക് ഭവിക്കും. ഒരു കാര്യവും അസാധ്യമല്ല. എന്നാൽ ഇവിടെ ഭഗവാന്റെ, നാരായണൻ്റെ കൃപ ഇല്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ചവണ്ണം ഭവിക്കയില്ല, ഓർക്കണം. അത് നമ്മൾ ചിന്തിക്കണം. നമുക്കൊന്നും നമ്മൾ ഭാവന ചെയ്യാനേ പറ്റൂ, ഒന്നും ഭവിക്കത്തില്ല. കാരണം ഈശ്വരൻ്റെ കൃപ വേണമെങ്കിൽ ഭഗവാനെ നമ്മൾ അറിയണം. ഏകാത്മാവായ ഈശ്വരൻ സർവത്തിലും വസിക്കുന്നെന്നും നമ്മളിലും അതാണെന്നും ലോകം മൊത്തവും ലോകം ത്രിലോകങ്ങളിലും ഈശ്വരനാണ്, അത് അരൂപിയാണെന്നും ഇതെല്ലാം അറിഞ്ഞ് സൽപ്രവർത്തികളും ചെയ്ത് പ്രേമമാകുന്ന ഭക്തിയിലും നല്ല സൽപ്രവർത്തികളും ചെയ്തും എല്ലാം അങ്ങനെ എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു ഭക്തന് ഒന്നും അസാധ്യമല്ല, എല്ലാം സാധിക്കും. ഭാവിച്ചവണ്ണം ഭവിക്കുകയും ചെയ്യും. ഭഗവാനെ അറിയാതെ ഒരു കൃപ ഇല്ലെങ്കിൽ എന്ത് വരും? ഒന്നും നമുക്ക് ഭാവന ചെയ്യാനേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് ലോകത്ത് ഭാവന ചെയ്യുന്നുണ്ട്. പറയും ഒരു കുന്നോളം ആഗ്രഹിച്ച ഒരു കുന്നിക്കുരോളം കിട്ടും, പക്ഷേ നടക്കത്തില്ല. കുന്നിക്കുരു പോലും കൊടുക്കുകയില്ല, ഈശ്വരനെ അറിയാത്തവർക്ക് കൊടുക്കുകയില്ല.
അല്ലെങ്കിൽ എന്ത് വേണം, കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതം ഉണ്ടെങ്കിൽ അവർ ഒന്നും പ്രാർത്ഥിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അതാ ചിലർ നമ്മൾ പറയത്തില്ലയോ, അവർക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, ഇഷ്ടംപോലെ വാരി കൂന കൂട്ടി വെക്കുന്ന ഇഷ്ടാനുസരണം, ഒരു രോഗമില്ല, ഇഷ്ടംപോലെ സമ്പത്ത്. എന്താ കാരണം? കഴിഞ്ഞ ജന്മം അവർ സുഹൃതം ചെയ്തതിൻ്റെയാ. അതിൻ്റെ ഫലം തീരുമ്പോൾ പിന്നെ അവർക്ക് മറ്റ് രീതിയിലായിരിക്കും. അവരുടെ വാസന തീരുമ്പോൾ അവർ കഴിഞ്ഞ ജന്മം ചെയ്തു വെച്ച വാസനയാണ് അനുഭവിക്കുന്നത്. തിന്മ ചെയ്ത വാസനയാണോ, നമ്മൾ തിന്മ അനുഭവിക്കും. അത് നമുക്ക് ആ തിന്മ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, നമുക്ക് പ്രാർത്ഥനയിൽ കൂടി ഏത് തിന്മയെ മാറ്റാം, ഏത് മരണത്തെ മാറ്റാം. അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വിഷമമാണോ, ദുരിതങ്ങളാണോ, ഈശ്വരനെ മുറുകെ പിടിക്കുക. അതേ ഉള്ളു മാർഗം. അപ്പോൾ നമ്മുടെ ആശ്വാസം നമുക്ക് ഭഗവാൻ തരും. എന്ത് നമുക്ക് തിന്മയായാലും അതിനെ മാറ്റി മറിക്കാനുള്ള കഴിവ് നമ്മൾ തന്നെ ആക്കിയെടുക്കണം. നമ്മൾ പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരണം. ഇന്നെന്താ പ്രവൃത്തി കൊണ്ട് വരാത്തത്? ഇന്ന് ജനങ്ങൾക്ക് പിന്നെ പാവപ്പെട്ട മൃഗങ്ങളെയൊക്കെ കൊന്ന് അങ്ങ് ആർത്തി പിടിച്ച് ബാക്കി രുചി പറ്റിപ്പോയി. എത്ര ജീവജാലങ്ങളുടെ പ്രാക്ക ഓരോ കുടുംബത്തും കിട്ടുമെന്ന് അറിയാമോ? അപ്പം നന്മ ചെയ്യാത്തൊരു പിന്നെ കുട്ടികളാണെങ്കിലോ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിൻ്റെ അനുഭവം അനുഭവിക്കാൻ നമ്മൾ വന്നെങ്കിൽ, ഈ ദോഷം കൂടെ നമ്മൾ ചെയ്താൽ, ഈ മൃഗങ്ങളെയൊക്കെ കഴിച്ചാൽ എന്ത് വരും? ആ പാപത്തിനോട് ഒത്തിരി പാപം കൂടിയല്ലേ വരുന്നുള്ളൂ. കഴിഞ്ഞ ജന്മത്തെ പാപത്തെ മാറ്റാൻ നമ്മൾ ഈ ജന്മം സുഹൃതം ചെയ്ത് മാറ്റാം. ഏത് ദോഷവും മാറി ഈശ്വരൻ അനുകൂലിക്കും. നമ്മൾ സുഹൃതം കൂടുതൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസന, അതായത് തിന്മ കുറഞ്ഞു വന്നിട്ട് നമുക്ക് നന്മ ചെയ്യുമ്പോൾ ഈശ്വരനെ അത്രമാത്രം സ്നേഹിക്കുകയും നല്ല പ്രവൃത്തിയും ഒരു ജീവജാലങ്ങളെയും കൊന്ന് തിന്നാതെയും ഒക്കെ ഇരിക്കാമെങ്കിൽ അപ്പോൾ സൽപ്രവൃത്തിയാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് വരും? നമുക്ക് കുറേശ്ശെ നല്ല കാര്യങ്ങളും നമുക്ക് ഈശ്വരൻ തന്നുകൊണ്ടേ ഇരിക്കും. അത് മനുഷ്യൻ അറിയുന്നില്ല. ഒന്നാമതോ മുടന്തന, പിന്നെ ഒത്തിരി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നമുക്ക് ഈ ജന്മം ദോഷമെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നന്മ ചെയ്യാനും ഈശ്വരാരാധനയിൽ കൂടി ആ തിന്മയെ മാറ്റിമറിക്കാൻ നല്ല സുഹൃതങ്ങൾ കൂടുതൽ ചെയ്യാനൂടെ പഠിക്കണം. അതാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ വായിക്കുന്നത് അതിനാണ്. അപ്പോൾ ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ചവണ്ണം ഭവിക്കയില്ല. ഓർക്കണം, ദൈവമതം സർവമെന്നങ്ങിരിക്കലും നിന്നുടെ കാര്യം വരുത്തുവാനായി കൊണ്ട് മന്ദമെന്നെ മുതിർന്നിടുന്നതുണ്ട് ഞാൻ. അതുകൊണ്ട് ഭഗവാന്റെ ദൈവമതം ഇങ്ങനെയാണ്. ഭഗവാന്റെ ഇച്ഛകൾ, ഇതാണ് ഈശ്വരൻ്റെ മതം. ഇതാണ് സർവം എന്നിരിക്കലും നിന്നുടെ കാര്യം വരുത്തുവാനായി കൊണ്ട് മന്ദമെന്നെ മുതിർന്നിടുന്നതുണ്ട് ഞാൻ. അതുകൊണ്ട് എന്താ പറയുക, ഈശ്വരനെ എൻ്റെ മതം ഇങ്ങനെ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാനും കൂടെ മന്ദമെന്നെ മുതിർന്നിടുന്നുണ്ട് ഞാൻ. പിന്നീടമൊക്കെയും നിങ്ങളുടെ ഭാഗ്യം. ഇത് അക്രൂരനാണ് പറയുന്നത്. കാരണം ഇവിടെ ദൈവത്തിൻ്റെ മതം ഇങ്ങനെയാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിലേ നടക്കൂ, അല്ലാത്തവർക്ക് ഒരു കാര്യവും സാധിക്കത്തില്ല. ദൈവമതം സർവം എന്നങ്ങിരിക്കുകയാണ്. എന്നാലും നിന്നുടെ കാര്യം വരുത്തുവാനായിക്കൊണ്ട് കംസ ഇങ്ങനെയാണ്. നന്മ ചെയ്തില്ലെങ്കിൽ ഭഗവാന്റെ കൃപ ഉണ്ടാവുകയില്ല. കൃപ ഉണ്ടായാലും എന്ത് വരും? ഭാവിച്ചൊന്നും ഭവിക്കില്ല. കൃഷ്ണനെ കൊല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല. അതുകൊണ്ട് എങ്കിലും നിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ മന്ദമെന്നെ മുതിർന്നിടുന്നുണ്ട്. സ്പീഡിനൊന്നും അല്ല, പതുക്കെ മന്ദമെന്നി അത് പെട്ടെന്ന് തന്നെ ചെയ്യാന്ന്. മന്ദത കൂടാതെ, എന്യേശ ഇല്ലാതെ എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ അവിടെ പോയി നീ പറഞ്ഞ കാര്യം സാധിച്ച് കുട്ടികളെ കൊണ്ടുകൂടെ വരാം. പക്ഷേ ഈശ്വര കൃപ ഉണ്ടെങ്കിലേ നീ ഭാവിച്ചോളം ഭവിക്കുകയുള്ളൂ. എങ്കിലും നിൻ്റെ ആവശ്യം ഇത് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പോയി ചന്ദനമൊക്കെ എടുത്ത് കൊണ്ടുപോയി കുട്ടികളെ അതിനകത്താക്കി രഥത്തിനകത്ത് കൊണ്ടുവരാം. അതാണ് ദൈവമതം സർവമെന്നങ്ങിരിക്കലും. ഇതാണ് ദൈവത്തിൻ്റെ മതം. എന്താണ്? ഈശ്വര കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ട് അങ്ങനെ ഭവിക്കയില്ല. ഇത് കൃപ ഇല്ലെങ്കിൽ എന്നായാലും ഭഗവാന്റെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ പോലും നിന്നോട് കാര്യം വരുത്തുവാനായിക്കൊണ്ട് നീ ഇത്രയും എന്നോട് പറഞ്ഞില്ലേ കംസ? അതുകൊണ്ട് ഞാൻ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി മുതിർന്നിടുന്നതുകൊണ്ട് ഞാൻ. പിന്നീടും ഒക്കെയും നിന്റെ ഭാഗ്യം എങ്ങാലത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. കൃഷ്ണനെ കൊല്ലണോ? അത് നിൻ്റെ ഭാഗ്യം. അതാണ് ഈ അക്രൂരനാണ്. എനിക്ക് പേര് മാറിപ്പോയോ, ഞാൻ ഉദ്ധവർ എന്ന് പറഞ്ഞെന്ന് അറിഞ്ഞില്ല. അക്രൂരനാണിത്. അക്രൂരനാണ് ഇതൊക്കെ ഭക്തനാ അക്രൂരൻ പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. നിനക്ക് ജീവിതം മുന്നോട്ടുണ്ടെങ്കിൽ
മിക്കവാറും കൃഷ്ണനെ കൊല്ലാൻ പറ്റും. അതല്ലെങ്കിൽ നിനക്ക് ദൈവകൃപ ഇല്ല എന്ന് കരുതണം. ഭഗവാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാൻ പറ്റും? ഈശ്വരനല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് മന്ദബന്യേ മുതിർന്നിടുന്നുണ്ട് ഞാൻ പിന്നീട് ഒക്കെയും ബാക്കി കാര്യങ്ങളെല്ലാം നിന്റെ ഭാഗ്യം ഇതെങ്ങനെയാകില്ല അതുപോലെ ആയി വരും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതുപോലെ ആയി വരും. പക്ഷെ അയാൾക്ക് ഭാഗ്യമുണ്ട്, ഭഗവാന്റെ കയ്യിൽ കൊന്ന് അയാൾക്ക് മോക്ഷം കിട്ടിയല്ലോ. എന്നിട്ട് എന്ന് പറഞ്ഞു തൽ പത്തനം ബുക്കിതു ഗാന്ധിനി നന്ദനൻ കേൾക്ക പിന്നീടവും. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഇനി ബാക്കി പിന്നീട് ഇനി അതിൻ്റെ ബാക്കി ഇനിയുണ്ട്. കേശിവധവും വ്യോമാസുരവധവും നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഇത് ഇന്ന് ഇപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ നേരത്തെ കുട്ടി ഒന്നുകൂടെ പറഞ്ഞു തന്നെ എന്താണെന്നറിയാമോ, മനസ്സിലാക്കാനാണ്. കാരണം ഇത് അങ്ങനെ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊന്നും പിടി കിട്ടത്തില്ല, അതെനിക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഇത് എപ്പോഴും ഇത് അടുക്കടുക്ക വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ നിർത്തിയിട്ട് പിന്നെ നാളെ വേറെ വായിക്കുന്ന എടുക്കുമ്പോൾ ഇതങ്ങ് മറക്കും പിന്നെ എങ്ങനെ മനസ്സിലാവും? നമ്മൾ ഇത് പഠിക്കുന്നവർ ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ഇപ്പം തന്നെ കണ്ടോ, എനിക്കില്ല പാട്ട് എവിടെ എന്തിനാ ടൂൺ പോലും അറിയാൻ മറന്നുപോയി. കാരണം നമ്മൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് പാടണം. എനിക്കൊരു സമയമില്ല എപ്പോഴും എല്ലാവരുടെ പാടാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടൂൺ എങ്ങനെയാണെന്ന് പോലും അങ്ങ് മറന്നുപോയി. അതെന്താ കാരണം? നിത്യതൊഴിൽ അഭ്യാസം ഇല്ല. നമ്മളിതൊക്കെ സാധകം ചെയ്തെങ്കിലേ ഇത് നമ്മുടെ മനസ്സിലിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.